ഹായ് ഹലോ സോനൂസ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. പിന്നെ ഇന്ന് ബക്രീദൊക്കെ അല്ലേ, കുറച്ച് വെറൈറ്റി ആവാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് നമുക്ക് ചൈന ഗ്രാസ് കൊണ്ട് ഒരു ഫ്രൂട്ട് ജെല്ലി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത്, ആദ്യമേ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് എന്താ പറയുക, ചൈന ഗ്രാസിൻ്റെ പ്ലെയിൻ ഇതാട്ടോ, പ്ലെയിൻ ചൈന ഗ്രാസാണ്. അതിന് ഞാൻ ആദ്യമേ ഒരു പിടി കേട്ടോ, ഒരു പിടി ചൈന ഗ്രാസ് ആട്ടോ, പ്ലെയിനാണ്. അത് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്നത് മെൽറ്റ് ആവണം കേട്ടോ. മെൽറ്റ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെക്കണം. ആ മെൽറ്റ് ആവണ ഗ്യാപ്പിൽ എന്തൊക്കെ വേണമെന്ന് ഞാൻ ഐറ്റംസ് പറയാം കേട്ടോ. നമുക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഒരു ആപ്പിൾ വേണമെന്നില്ല, പകുതി മതി. ഞാൻ ആപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ മേടിച്ച സംഭവം കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് ബലമായിട്ട് ഞെക്കണം കേട്ടോ, നന്നായിട്ട് ബലമായിട്ട് ഞെക്കണം. ഇങ്ങനെ ഞെക്കിയിട്ട് ഇതുപോലെ എടുക്കണം. ഒരു ശക്തിക്ക് എടുക്കണം, അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ചിലപ്പം വരത്തില്ല. അങ്ങനെയൊക്കെയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ, അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെടണ്ട. അപ്പം ആപ്പിളൊന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്നാലേ ആ ജെല്ലിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടുകയുള്ളൂ. വലിയ ഇത് വേണമെന്നില്ല, ഷേപ്പ് വേണമെന്നില്ല, കുഞ്ഞായിട്ട് ആപ്പിൾ കിട്ടണം കേട്ടോ. അപ്പം ഞാനൊരു ആപ്പിളിൻ്റെ ഫുൾ എടുക്കുന്നില്ല, ഞാനൊരു ചെറിയൊരു ഫ്രൂട്ട് ജെല്ലി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു 2-3 പീസ് എടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ബക്രീദിൻ്റെ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ. അവരൊക്കെ ബിരിയാണി പായസമൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും നമ്മളൊരു ഫ്രൂട്ട് ജെല്ലി ആക്കിയിട്ട് അതിൻ്റെ ഒരു വെറൈറ്റി ആക്കി പിടിക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, വലിയ ഒരു ആപ്പിൾ എടുക്കുന്നില്ല, കുറച്ച് ആപ്പിൾ ഞാൻ മാറ്റി വെക്കുവാണ്. അപ്പോൾ കുറച്ച് ആപ്പിൾ, കുറച്ച് മാംഗോ, ഒരു ചെറിയ ഓറഞ്ച് ആട്ടോ. ഇപ്പം ഓറഞ്ച് കിട്ടാറേ ഇല്ല, കുറച്ച് ഓറഞ്ചേ കിട്ടിയുള്ളൂ. നല്ല പുളിയുള്ള ഓറഞ്ച് ആട്ടോ. പിന്നെ കുറച്ച് ഷുഗർ. ഈ ആപ്പിൾ ഇവിടെ ഏതാണ്ട് ഇതായിട്ടുണ്ട് കേട്ടോ, മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ഷുഗർ മിക്സ് ചെയ്യാവേ. അപ്പം ഞങ്ങൾ ചേർക്കുന്ന അളവിനനുസരിച്ചുണ്ടാവും. കുറച്ച് അതിൻ്റെ ഈ ഫ്രൂട്ട്സ് ഉള്ളതനുസരിച്ച് കുറച്ച് ഞാൻ ചേർത്തോളൂ കേട്ടോ. അളവൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എടുത്ത സാധനത്തിനനുസരിച്ച് ഞാനൊരു ബൗളിൽ ഒരു ഹാഫ് എടുത്തോളൂ. അതിൽ ഞാൻ ഒരു ഹാഫ് എടുത്തു. എന്നുവെച്ചാൽ ഒത്തിരി മധുരം നല്ലതല്ലല്ലോ ആരോഗ്യത്തിന്, അതിനാണ്. അപ്പോൾ ഇതെല്ലാം മെൽറ്റായി വരണം. ഇതെല്ലാം മെൽറ്റായ ശേഷം ഉണ്ടല്ലോ, നമ്മളൊരു ബൗളിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ ഓൺലൈനിൽ മേടിച്ച ആപ്പിൾ കട്ടർ കേട്ടോ. അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് വരും, നമ്മൾ കഷ്ടപ്പെടേണ്ട, കത്തിയെ കുത്തിരും. ഇതുപോലെ കേട്ടോ ഓൺലൈനിൽ മേടിച്ചപ്പോൾ കിട്ടുന്നത്, ആപ്പിൾ കട്ട് ചെയ്യണതാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് അതിപ്പോൾ ഇത്ര ആയി കിട്ടി. ഇനിയുള്ള ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നേരം തണുക്കണം കേട്ടോ. ഇത് ഈ ചൈന ഗ്രാസ് മിക്സ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് ഈ പാത്രത്തിലേക്ക് ഇടണം. നിങ്ങൾക്ക് വൈറ്റ് കളർ ബൗളുണ്ടെങ്കിൽ വൈറ്റ് കളർ എടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള പാത്രം എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ഈ ഒഴിച്ചേക്കണ മിക്സ് ഉണ്ടല്ലോ, മിക്സ് ഇതിലേക്ക് ഇതാക്കാം കേട്ടോ. ഇതിലേക്ക് മിക്സ് ഒഴിച്ചിട്ട്, അപ്പം അങ്ങനെയൊക്കെയാണ്. മിക്സ് ഉണ്ടല്ലോ, മിക്സ് ഇതിലേക്ക് ഒഴിക്കുവാണ്. ഒഴിച്ചിട്ട് എന്നാ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതിലേക്കുണ്ടല്ലോ ഇനിയാണ് ഉള്ളത് കലാപരിപാടി. ഞാനെടുത്ത ഷുഗർ ഉണ്ടല്ലോ,
ഷുഗർ കൺട്രോൾ റൈസിങ് ബ്ലഡ് ഷുഗർ എന്നാണ് പറഞ്ഞിരിക്കണേ. സ്വീറ്റ് കെയർ എന്ന് ലോ GI ഷുഗർ എന്ന് പറയണുള്ള ഒരു കമ്പനിയുടെ ഷുഗറാണ് ഞാൻ മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷുഗർ ഇച്ചിരി കഴിക്കുമ്പോൾ പേടിക്കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ എടുത്തേക്കണ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ തരിതരിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല രസമായിരിക്കും കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഫ്രീസറിൽ ഇത് കൊണ്ട് വെക്കുവേ. അപ്പം ഇതൊന്ന് കട്ടിയായി ഒന്ന് കട്ടയായിട്ട് പിടിച്ച് വരുമ്പോണ്ടല്ലോ നല്ല സൂപ്പറായിരിക്കും. ഇതും അത്രയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഓറഞ്ച് ഇവിടെ എല്ലായിടത്തും കിട്ടണം. അതുപോലെ ഡിസൈൻ ചെയ്ത് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. എനിക്കിതുപോലെ ഉണ്ടാക്കണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പം ചൈന ഗ്രാസ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പം അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് ആപ്പിളാണേ. ആപ്പിൾ ഇട്ട് കൊടുത്തു, ഓറഞ്ച് ഇട്ട് കൊടുത്തു. ചെറിയ ഓറഞ്ച്, അത് പുളിയുള്ള ഓറഞ്ചായിരുന്നു. പിന്നെ മാങ്ങ സീസണല്ലേ, മാങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ കിവി, ഡ്രാഗൺ ഫ്രൂട്ട്, ബനാന എന്തൊക്കെ ഉണ്ടോ എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സൊക്കെയാണ് ഞാൻ മിക്സ് ചെയ്യണത്. അപ്പം അതും കൂടെ സെറ്റായി. ഇനി നമ്മുടെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നേരെ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെച്ചാലാണ് ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും. ഞാൻ ഫ്രീസറിൽ വെക്കണത് കാണിക്കാവേ. ഞാൻ ഫ്രീസറിൽ വെക്കണത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെയാണ് ഞങ്ങളുടെ ഫ്രീസർ. അപ്പം ഞാൻ നേരെ ഇത്ര ആയിട്ടുണ്ട് ഫ്രൂട്ട് ജെല്ലിയുടെ. ഇനി ഒരു 2 മണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കുവാണേ. ഫൈനലി ഞങ്ങളുടെ ഫ്രൂട്ട് ജെല്ലി ഉണ്ടല്ലോ സക്സസ് ആയി. ചൈന ഗ്രാസിൻ്റെ ഫ്രൂട്ട് ജെല്ലി ഉണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഫ്രീസറിൽ നിന്ന് എടുത്തു, ഈ പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സൈഡിൽ ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് കമത്തി ഇട്ടപ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഉണ്ട്. നമുക്കൊന്ന് കട്ടി നോക്കിയാലോ. എവിടെയാണ് കട്ട് ചെയ്യണ്ടേന്നൊരു പിടുത്തമില്ല. നമുക്കിവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാവേ. കണ്ടോ, ആപ്പിളും ഞാൻ കുറച്ച് വീട്ടിൽ തന്നെ കുത്തി ഒന്ന് ട്യൂട്ടി ഫ്രൂട്ടി ചെയ്തായിരുന്നേ. കണ്ടോ, ആപ്പിള്, മാംഗോ എല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്, മസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇത് ഉണ്ടാക്കിയത് കേട്ടോ, നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല കോൾഡാണ്. ഈ ചൂട് കാലാവസ്ഥയ്ക്ക് ഇതിൻ്റെ സ്പെഷ്യലായ ഞങ്ങളുടെ ചൈന ഗ്രാസിൻ്റെ എന്താ പറയുക ജെല്ലി, ഫ്രൂട്ട് ജെല്ലി കേട്ടോ. ഫ്രൂട്ട് ജെല്ലി കേക്ക് എന്നും പറയാം. അടിപൊളിയാണ്, സെറ്റ്.